നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഗ്രാനി ഫോർ ദ റിബല്യൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്തായാലും ബേസ്മെൻറ്റ് എസ്കേപ്പ് ചെയ്താൽ നമുക്ക് എസ്കേപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്യാം. നമ്മൾ സെൻറ്ററിനെയും നെസ്റ്റായിട്ടൊന്ന് മാറ്റിയിരിക്കണം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിൻ്റെ ഇൻട്രോയൊക്കെ കണ്ടു കാണാം. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. എന്തോ ഒന്ന് മാറ്റുവാണ്. ഡേ 1 എത്ര വരെയുണ്ട്? ഡേ 5 വരെയുള്ള. ഡേ 6 ആകുമ്പോൾ നമ്മൾ മരിച്ചു പോവാം. ഡേ 5 വരെ ഉള്ളൂ. ഡേ 5 തന്നെ നമ്മൾ മരിച്ചു. അല്ല, ഡേ 6 വരെ നമ്മൾ മരിച്ചു പോവാം. എടാ ഡേ 5 വരെ ഉള്ളു. ഇത് മുട്ടനാണ്. യോഗ പൊട്ടൻ. കാർ ബാറ്ററി അവിടെ ഇരിപ്പുണ്ട്. സോറി, അവിടെ കാർ ബാറ്ററി ഇരിപ്പുണ്ട്. ബുക്ക് അടുക്കള മാത്രമേ ഇവിടെ അല്ലേ ഉള്ളത്. ഇവിടെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ടേ. ഡയമണ്ട് എന്ത് ചെയ്യണം? ഡയമണ്ടാ? ചെടിയില്ലേ ഇപ്പൊ ഇതിനകത്ത്? പിന്നെന്താ എനിക്ക് താരോട്ടുകൾ ചെടി ഗ്രാനിറ്റിയില് സെൻട്രീൻ്റെ കൈ എപ്പോഴും ഉണ്ടായിരുന്നു. അബൂബൻ സ്പൂണാടാ. പേടില്ലടാ, പതുക്കെയാണ് അമ്മ ദൈവത്തിനറിയാം നിനക്ക് പിടിക്കുള്ളൂ. വഴികൾ അതിന്റെ അടിയിൽ ഒളിക്കണ പൊട്ട. I see you. ദൈവത്തിനറിയാതെ ഗ്രാനി ഇവിടെ ഉണ്ടോടാ? ഇങ്ങോട്ട് വേണ്ടിത്തന്നെയാണ് ഞാൻ ഇവിടെ വീണ. ഞാൻ ഡയമണ്ട് ഗ്രാനിയുടെ 2 പേരും ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അപ്ലൈ ചെയ്തിട്ടില്ല. ഇവിടെ പേടിയില്ലല്ലേടാ. ഞാൻ നേരത്തെ നോക്കി ഗ്രാൻഡ് ഇങ്ങോട്ട് ICU പോടാം. അങ്ങോട്ടല്ലേ ചെറിയ കുഞ്ഞിനെ പോലെ ഇരിപ്പില്ലേടാ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ. എവിടേക്ക് പോയി വിളിച്ചു അതിന്റെ തല്ല് മേടിച്ച് നടക്കല്ലേ. വരാൻ പെട്ടടാ. ഈ മാങ്ങാട്ട് വിടത്തില്ല. ഐസ്ക്രീം തമ്പുരാനെ, ഐസ്ക്രീം ഇവിടെ കബാച്ചിക്കൻ കാണല്ലേ. പ്ലേ ചെയ്യുന്നില്ലടാ. പൂണ മാങ്ങടുത്തല്ലേ. അത് വേണ്ട. ഓൾഡ് വേണം. അപ്പോൾ എനിക്ക് കോസ്റ്റ്ലി തന്നെ റെസ്പ്രാറ്റോയാ. ഇതാ ബ്ലാക്ക് കളറിലേക്കുന്നു. പിന്നെ ഒരു കൈ പോലെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നാലും ഇവിടെ സെൻട്രാമാനും ഉണ്ടാക്കി വെക്കാൻ നോക്കിയതായിരിക്കും. അവർക്ക് അറിയത്തില്ല അല്ലേ? അങ്ങനെയുണ്ടോ? എനിക്കറിയാം.
വാടാ നമുക്ക് തോക്കെടുക്കണ്ടേ? സെന്റർമാനെ ഉണ്ടാക്കാൻ നോക്കി. ആഹാ അപ്പോൾ ആഹാ കുട്ടി നമ്മുടെ ആഷിനെ കളിയാക്കിയല്ലേ. ഞാൻ കൊടുത്തോളാം. കോസ്ബിഗണ് കിട്ടട്ടാ. അപ്പൊ പട്ടിക്ക് ഒരു ചുണ്ണാമണിക്ക് ഉറങ്ങി കൊടുത്തേക്കണം കേട്ടോ. 2 പേരുടെ ചുണ്ണാമണിക്ക് കൊടുത്തേക്ക്. എന്താണോ ജോയ വേറെ പണിയില്ലേ? എത്ര വർഷം 5 വർഷം ഇവരെന്ത് വട്ടൂരാന്തോ? ഗ്രാനി അങ്ങനെയല്ലേ? ഐ സി യു 5 വർഷം പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലടാ. ഗ്രാനിക്കും വട്ട, അപ്പൂപ്പനും വട്ട. ഡയമണ്ട് എന്താടാ പേടിയാവുന്ന? ഇല്ല. പിന്നെന്താ അപ്പൂപ്പനെ ഹിന്ദി നിന്നെ പുറകിൽ ഹിന്ദിക്കറും തരും കേട്ടാ. ഗ്രാനി ചൂല മറ്റേ സാധനം ഇതിൻ്റെ ഉള്ളിൽ നെസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിട്ട് ഇനിയാണ് ഗോൾസ് നമ്മുടെ അപ്പൂപ്പൻ്റെ ചുണ്ണാമണിക്കറും വാങ്ങി. ഇതെത്ര വേണമെങ്കിലും ഉണ്ടാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കിടക്കുന്നു പാവതള്ള ഇതിനകത്ത് ബുക്കുണ്ടോടാ ഗ്രാൻഡിനെ ഓപ്പൺ ആക്കാൻ? ഇനി വരുമോ? ഒരു വെടി കൂടി കൊടുത്താടാ. അപ്പൂപ്പന് കിടപ്പ് കണ്ടാടാ. ഇത് കിടന്നുറങ്ങുന്ന ജലത്തിട്ടാടാ. അവിടെ നിന്ന് കത്തിക്കുന്ന വേറെ പണിയില്ലേ? ആ എടാ അവിടെ ഒന്ന് കത്തിച്ചടാ വാങ്ങി. ഇതെന്ത് തോക്കിന്റെയാടാ? അല്ല, മറ്റേ ഷെഡിന്റെയാ? പാഡ്ലോക്കിയാണ്. മറ്റേ അടി കയറിയിരിക്കുമ്പോ തോക്കിന്റെ അതാണോ? അതൊന്നും അല്ലടാ പൊട്ടക്കാരൻ. ദൈവത്തിനെ അറിയാം. ഇതൊക്കെ ചുമ്മാ ഗ്രാൽപ്പിട്ടേക്കുന്നു വേറെ പണിയില്ല. ഈ ട്രാപ്പൊക്കെ കണ്ടോടാ? പോയി എടാ ഗ്രാൻഡി 2 മിനിറ്റത്തേക്ക് മണിയിരിക്കുകയാണാ. ഈ അപ്പൂപ്പന് വന്നു തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ തോക്കെടുക്കാൻ, നീ കേട്ടില്ലല്ലോ. ഇന്നലെ അരി മേടിക്കാൻ അരി മേടിച്ചോണ്ട് വന്നയാ. 10 കിലോ അല്ലേ മേടിക്കാൻ പറഞ്ഞ? നമ്മൾ 5 കിലോ മേടിച്ചു കൊടുത്ത. നല്ല ചിരി അല്ലടാ. നമ്മുടെ സാനന്ദ ഇവിടെ ഇരിപ്പുണ്ട്. നിന്നോട്ട് പുളിയെ തിന്നണം അല്ലടാ. നമ്മൾ ഇങ്ങോട്ട് വരത്തില്ലേ ഗ്രാൻഡി? അവിടെ പോയി പുറത്തോട്ടുണ്ടായിരിക്കും. പുറത്തോട്ട് പോവും. ഏതള്ള ഒന്ന് മാറിപ്പോയതുള്ളൂ.
നോക്കിട്ട് തന്നെ ഞാൻ ചെന്ന് ഒത്തന്നെയല്ലോടാ. അതേ നമ്മുടെ തള്ള ഒത്തു തീർച്ചു ജെല്ലി ഫിഷിന്റെ പോലെയല്ലേ. തള്ളപ്പൂപ്പനെ അവിടെ പോയി കൊടുത്തേക്കാം. നീ ഇതുവരെ ചത്തിട്ടില്ലേ? കളവ കഴിച്ചു പോയായിരുന്നു. കളക്കളവോ അതിലല്ലേ ചിന്തക്കളവൻ അല്ലേ? കാക്കുകൂട്ടിയാണ്. എനിക്കറിയാതെ ഞാൻ കണ്ട എന്താടാ നീ ചുമ്മാ ഷൂട്ട് ചെയ്യുന്നേ? പോയി കിടക്കുവാ. പിന്നെ എങ്ങനെ കേക്കാൻ? മാനിത്തണ മാനു കിടങ്ങ രണ്ടിട്ടോട്ടു. മുന്നേ മതി ചുമ്മാ ഇങ്ങനെ വെടിയേച്ചാണ്. അങ്ങോട്ടുണ്ടോ? ഐസ്ക്രീം സീരീസിൽ എന്ത് ഇതോ ഇവര് വല്ല ഇവിടെ ഉണ്ടെങ്കിൽ അവര് തെറിച്ചവിടെ കിടന്നോളൂടാ. നമ്മള് ചത്തു പോടാ. നമ്മളും രാമച്ചത്തി ദൈവോട് നമ്മളെ കാണാതെ പറ്റിയതല്ലേ? രാമച്ചേച്ചി കിടക്കണ കിടപ്പ് കണ്ടാ. ഗ്രാനിക്ക് കണ്ണ് കാണത്തില്ലേ? അപ്പൂപ്പന് കണ്ണ് കാണാവോ? ചെവി വെക്കുവോ? ഉണ്ടമാരിപ്പോയി ബോസേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ. ഇന്നത്തെ പൈസ എവിടെയോടോ അതിന്റെ നേരത്തെ അവള് വേടിയ ചെവ കുഞ്ഞാവോളെ കിടക്കുന്നു. വീണ്ടും അത് ഇത് കൈ നമ്മൾ അവനെന്താ ജയിലിൽ കൊണ്ടുപോകണോ? ഇല്ല, അവന്റെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. നീ കണ്ടായിരുന്നു? കഴിവ് അട്ടൂരാത്. ഇത് ഫ്ലാറ്റ് ആണ്. ഇത് വീട്. സിലിണ്ടറിയുടെ വീട് ഏതാ? മറ്റേ ഗ്രാനി വണ്ടി ഗ്രാനീൻ്റെ വീട്. ഗ്രാനി ചൂട് ഗ്രാനീൻ്റെ അപ്പൂപ്പന്റെ വീട്. സെൻട്രീനിൻ്റെ വീട്. ഗ്രാനി 3 അപ്പൂപ്പന്റെ വീട്. ഗ്രാനി 4 നസ്പ്രാറ്റോൻ്റെ വീട്. ഗ്രാനി 5 വീട് ഗ്രാനീൻ്റെ വീട് അല്ല ആഞ്ചലീനേൻ്റെ വീട്. ഗ്രാനി 6 ഗ്രാനി ഗ്രാൻഡ്പേൻ്റെയും വീട്. ഇത് മറ്റേതല്ലേ തോക്ക് നമ്മൾ എടുക്കുന്ന ഷെഡിന്റെ? അതെ അതെ, എനിക്ക് മനസ്സിലായി. വെട്ടങ്ങാടിയിലോട്ട് നോക്കോ നമുക്ക് ഗ്രാനിയുടെ അപ്പൂപ്പന്റെ കൂട്ടാൻ വേണ്ടിട്ട്. ഒരു ലൈഫോൺ ചാതി ഇത്ര നേരം കഷ്ടപ്പെട്ടു. നീയല്ലേ? മനസ്സിലായി. നീ ഇതുവരെ ചത്തില്ല. ചൂണ്ടിക്കാൻ പക്ഷേ ഗ്രാനി 3 കളിക്കുമ്പോൾ ഗ്രാനി 3 കളിക്കുമ്പോൾ ഗ്രാൻഡ്പേൻ്റെ തോന്നുന്നത്. എത്ര പേരുണ്ടാ? 3 പേരുണ്ടാ? അയ്യേ ഉണ്ട മാറിക്കോള ഭാഗ്യല്ലേ. ഇതൊരു ഗ്രാനിയുടെ ഫോട്ടോ വെച്ചോ. ഗ്രാനി ഇങ്ങനെയല്ല വെച്ചോണ്ടിരുന്നേ.
എടാ അടുത്തൊന്നും കൊല്ലടാ, അടുത്തോട്ട് പോയിക്കൊള്ളടാ. അതൊരു ശീലമല്ലേ. ഈ ഒരു ദിവസം അങ്ങനെ ചെയ്തിട്ടില്ലേ? അത് വേണം പ്ലീസ്. ഇവിടെ തള്ള എന്നോട് വരുവാടാ കരാനി. ഇല്ല. അത് നമുക്ക് ആവശ്യമുണ്ടല്ലേ? ഇല്ല. കളവിക്ക് ചെവി കേക്കോടാ. പിന്നെ അത് കേൾക്കും. അങ്ങോട്ട് വിളിച്ചത് ഞാനും പറന്നു പോയടാ. ആത്മാനെ കുടിക്കൂ. ഇങ്ങോട്ട് പോകട്ടാ, എന്നിട്ട് വരുവാടാ. എന്താ? ആ
ഇവിടെ കിടക്കാരെ. വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കണം. ചീത്തയായി ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റിവേഴ്സും എടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടി ചവിട്ടാൻ പറ്റും. ചാൻസ് ഞാനത് ചെയ്ത് നോക്കിയപ്പോഴാ ഇപ്പൊ കറക്റ്റായി. ഇനി വണ്ടി ചെയിൻ കത്താതെ അല്ല ഇപ്പൊ കത്തി ചവിട്ടാൻ പറ്റുന്നു. നീ എങ്ങനെയാണ് ചെയ്ത് നോക്കിക്കോ. ഞാൻ രണ്ടെണ്ണത്തിനെ ഗ്രാൻഡ് തട്ടിപ്പോയി. ഗ്രാൻഡ് മുട്ടൂത്തി എൻ്റെ അടുത്തോട്ട് വന്നു. എന്താടാ എന്ത് സാധനം വെച്ചാ വഴി വെച്ചാൽ കോസ്മീജൻ എന്താ ഗ്രാൻഡ് തെറിച്ചു പോയാ? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അന്ന്. അല്ല ഗ്രാനി കഴിഞ്ഞിട്ട് ഒന്നിച്ച്. അപ്പൊ നീ ഒരൊറ്റ ഷോട്ട് അങ്ങ് കൊടുത്തല്ലേ? അപ്പൊ ഗ്രാനി അടുത്ത ഷോട്ട് അടിച്ചപ്പോ എടാ അതൊന്ന് കാണിച്ചേടാ. ആ ഫോട്ടോ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാമോ? കണ്ട ആ പെട്ടി ഗ്രാനിറ്റുമില്ല. അതിൻ്റെ അകത്ത് നൊസ്പ്രാറ്റോ ഉണ്ട്. അത് നമ്മളാണ് പറഞ്ഞത്. അപ്പൊ അവര് ഫോട്ടോ എടുത്തു വെച്ചാ നമ്മൾ ഗ്രാനിറ്റൂല് കളിച്ചില്ലായിരുന്നു. നൊസ്പ്രാറ്റോന്റെ പെട്ടിയിൽ വല്ല സാധനവും ഇരിപ്പുണ്ടായിരുന്നു. ബോംബല്ലേ? കുറേ സാധനം ഇരിപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സാധനം? ഡോർ ഹാൻഡിലും പിന്നെ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. 3 പേരുണ്ടല്ലായിരുന്നേ? ഗ്രാനി ഗ്രാൻഡ്പ പിന്നെ സെൻട്രീനേൻ്റെ മോൻ. പിന്നെ വട്ടല്ലേ, നമ്മളെ കണ്ടേ പറ്റത്തുള്ളൂ. എന്നിട്ട് മേളിൽ കയറൂടെ അപ്പൂപ്പൻ? ഇല്ല. വാതിലാണ് അത്. ഇത് മറ്റേ ഗെയിമല്ലേ? മറ്റേ ഇന്ത്യൻ ബൈക്ക് നമ്മൾ കളിച്ചിട്ടുള്ള അതിന്റെ വാതിലിന്റെ സൗണ്ട് അല്ലേ? അല്ല, ഏത് വാതിലിന്റെ സൗണ്ടാ? ഇതിപ്പോ ചുറ്റിക ഇവിടെ വന്നത് ഞാൻ ഇട്ടായിരുന്നു. നീ പോയപ്പോ അവിടുന്ന് ഇട്ടായിരുന്നു. അവിടുന്ന് മാറ്റിയിട്ടോ? ഗൈസ് കുറച്ച് പണിയും കൂടെ ഉള്ളു ഗൈസ്. എന്റെ ഫോൺ എടാ അപ്പൊ എന്നെ വിളിച്ചാ പോരെ? അറിയാവാ വണ്ടി കാട്ടോ? വണ്ടി സാട്ടാവുന്നുണ്ടോ? ഭാഗ്യ കട്ട് ചെയ്യാൻ അറിയത്തില്ലേ? ഇവരെന്തൊക്കെയാണ് വെച്ചേക്കുന്നത്? പറ്റുന്നതല്ലേ? കട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇതെന്തോ വെച്ച ചെയ്ത് വെച്ചേക്കുന്നത്? ഇതൊക്കെ വേറെ പണിയില്ലേ? വയസ്സാം കാലത്തൊക്കെയാണ് ഇങ്ങനെ കയറ് കെട്ടി വെച്ചേക്കുന്നത് അല്ലേ? തള്ളയാണ്. തള്ള വയസ്സായി, അപ്പൂപ്പന് വയസ്സായി അല്ലേ? ഇനി ഗ്രാനി അപ്പൂപ്പനും വരുവാ. ഇവിടെ നൊസ്പ്രാറ്റോന്റെ പെട്ടി തുറന്ന് നിന്റെ അകത്ത് നൊസ്പ്രാറ്റോ ഇരുന്ന. നൊസ്പ്രാറ്റോ നീ ഓഫാക്കിയപ്പോ മരിച്ചു പോയാ? ഇല്ല, നൊസ്പ്രാറ്റോ
എൻ്റെ പെട്ടി ഇതായിരുന്നു. എക്സ്പേർട്ടാണ് ഗ്രാനി ഫോളിൽ പെട്ടി. നമ്മുടെ കാറ് വൈശാഖാലട്ട ഗ്രാണിയുടെ കുറേ ഒരു ഉടേപ്പ്. ഗ്രാണി മേലോട്ട് കയറിപ്പോയടാ. ഇത് എന്താ തിന്നേടാ ഇല്ലേ. പിന്നെ ഇങ്ങനെ വല്ല വരിച്ചെളിയെന്ന് നോക്കിക്കോ. ചന്തിക്കറം തരും ഗ്രാണിയെ. ഗ്രാണി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ മേളിൽ കയറിയെന്ന്. ഇട്ടടാ തെറപ്പിക്ക്. ഇത്ര ഉള്ള കാര്യം ഇതിലുള്ളി സാറ് കാണുന്നു. അബുബാ അബുബാ എന്നൊരു പൊറോട്ട വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ലേ. എന്നൊരു പൊറോട്ട വാങ്ങി തരുമല്ലേ നമ്മളോട് തന്നെ. ഈ അപ്പൂപ്പനോട് പോയി അപ്പൂപ്പനോട് പോണായി നമ്മൾ അടിച്ചല്ലേടാ. കുണ്ടിക്ക് അടിച്ചില്ലായിരുന്നു. പക്ഷേ ഞാൻ കണ്ട അപ്പൂപ്പൻ എടാ ഇയാള് ബേസ്മെന്റിൽ കാണും. ബേസ്മെന്റിൽ കാണും. താഴെയാ ദൈവത്തിനറിയാം. ഡയമണ്ട് എടുത്തായിരിക്കുവോ? അപ്പാ രണ്ടര പൊറോട്ട വാങ്ങി തരുമെന്നല്ലേ പറഞ്ഞേ. എവിടെ പോയി? പേടിച്ചോടി പോയി അല്ലേ? അപ്പൂനായി അപ്പൂപ്പൻ നമ്മുടെ പേടിച്ച് മതിൽ ചാടി പോയായിരിക്കും അല്ലേ? ആയിരിക്കും. അയ്യോ ഗ്രാനി പോയല്ലോടാ. പിന്നെ അല്ലേ ഗ്രാനി ഇപ്പൊ ഫോണായടാ. ആയിരിക്കും. ഗ്രാനി 3 അപ്പൂപ്പന് ചെയ്ത് അല്ലേ? ഇല്ല കേൾക്കത്തില്ല. നമ്മൾ വാതിൽ ഇങ്ങനെ കൊട്ടുമ്പോൾ അപ്പൂപ്പനും ഗ്രാനിയും വരുമല്ലോ. അപ്പം വരുന്നില്ലടാ. അപ്പോൾ നമ്മളെ കണ്ടാലേ വരുത്തുള്ള. ഇവിടെ വരാനില്ലടാ. അപ്പൂപ്പനെ ഇല്ല ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വാതിൽ ഊട്ടിയിട്ടിട്ടില്ലടാ. തോക്കെടുത്താണ് അപ്പൂപ്പൻ്റെ പഠിക്കുന്നത്. അവനാണ് കളിക്കുറ കൊടുത്തത്. ലോകത്തമ്മ ഏതെങ്കിലും നാളെ പോകണ വീഡിയോ ഇവൻ്റെ പ്രാന്തക. കിളവനോടെ പറഞ്ഞില്ല. അപ്പൊ തന്നെ വായ എടുത്ത് ഇല്ലേ. ഞാൻ വിചാരിച്ച് ഗ്രാനി എവിടെയെങ്കിലും ഒളിച്ചിരുന്നു. പിന്നെ ഗ്രാനിനെ ഓടിച്ചു വിടാടാ. തലമണ്ടയിൽ കൂട്ടു കാക്കി നമ്മളെ കാർക്കിയ ഇനി ഷാട്ടാവുകയാണെങ്കിൽ അതാരും മുറിച്ച് കളയും. ഞാൻ എങ്ങനെ ഒരിക്കും? ഞാൻ ഇങ്ങോട്ട് വരുവാടാ. ഇവിടെ കാർക്കി മാത്രം മതിയോ? അതെ. നമ്മുടെ കാറോടെ അവിടെ വീണ്
ഇതും മറ്റേ മിസ്റ്റർ ബീന്റെ വണ്ടീനെ പോലെ ഇരിക്കുന്നില്ലേ? മോനെ വാട്ടോ ചെണ്ടീന ഇവരെങ്ങനെ വന്നടാ? ഞാൻ ആ സ്പ്രാറ്റോനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കൊണ്ടുവരുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.